വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ഒരു വെബ് സെർവറിൽ നിന്നും അടുത്ത വെബ് സെർവറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മളെപ്പോഴും എന്താണ് ചെയ്യണത് നോക്കാം നമുക്ക്. ആദ്യം തന്നെ യൂസർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. യൂസർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഓർഡർ അയാൾ പ്ലേസ് ചെയ്താൽ മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിലേക്ക്, അതായത് ഏത് കമ്പനിയിൽ നിന്നാണോ അയാൾക്ക് ഓർഡർ ഇഷ്ടപ്പെട്ട സാധനം ഉള്ളത് ആ വെബ് സെർവറിലേക്കാണ് അയാൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെബ് സെർവർ എന്താണ് ചെയ്യുന്നത്? ആ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് കൊടുക്കുന്നു. എന്താണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്? ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് അയാൾക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ത് ചെയ്യണു? റിക്വസ്റ്റ് കൊടുക്കുന്നു. എവിടേക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്? ആ റിക്വസ്റ്റ് നേരെ പോകുന്നത് ബാങ്കിൻ്റെ വെബ് സെർവറിലേക്കാണ്. അപ്പോൾ ആ ബാങ്കിൻ്റെ വെബ് സെർവറിൽ നിന്നും അത് നേരെ മർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ ആ മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയ ശേഷം അതിൽ നിന്നും അപ്പോൾ ആ മെർച്ചൻറ്റിന് ആ പൈസ കിട്ടി. മെർച്ചൻറ്റിന് പൈസ കിട്ടി കഴിയുമ്പോഴാണ് അവിടെ നമ്മുടെ ആ റിക്വസ്റ്റ് പൂർണ്ണമാകുന്നത്. അത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നുള്ള റെസ്പോൺസ് വന്നു, ഉത്തരം തന്നു ബാങ്ക്. അതായത് ഈ പൈസ ഇവിടെ കിട്ടി എന്നുള്ള ഉത്തരം കിട്ടി. അത് കഴിയുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് മെർച്ചൻറ്റിന് വന്നു. അത് കഴിയുമ്പോൾ സെർവർ അതിൻ്റെ മറുപടി മെസ്സേജായിട്ട്, അതായത് നിങ്ങളുടെ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഇന്ന ദിവസം കിട്ടുമെന്ന മെസ്സേജായിട്ട് എത്തിച്ചു തരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായതുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാവും. അതിന് പകരം നമ്മളിപ്പോൾ വേറെ ഏതൊരു സംവിധാനമാണെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ബില്ലുകൾ, ഒരുപാട് ബില്ലുകൾ ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്തും ഇതേ സംവിധാനം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ യൂസർ പ്ലേസിങ് ഓർഡർ എന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യണേ? നമ്മൾ അതിന് പകരമായിട്ട് ഏത് സ്ഥലത്ത് നിന്നാണോ നമുക്ക് പൈസ അടയ്ക്കേണ്ടതായി, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് ആ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ ബിൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നുമാണ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കണക്റ്റ് ആവുന്നത്. അങ്ങനെ ആ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആ പൈസ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നു ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം. യൂസർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഓർഡറിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു, അത് മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിലേക്ക് എത്തി. അത് കഴിഞ്ഞാൽ അവിടെ നിന്നും ആ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നു. ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ നിന്ന് എന്തുണ്ടാവുന്നു? അത് നേരെ ബാങ്കിൻ്റെ വെബ് സെർവറിലേക്കാണ് എത്തുന്നത്. കാരണം പൈസയാണ് ഉടനെ നമ്മൾ പേ ചെയ്യേണ്ടത്. ആ ബാങ്കിൻ്റെ വെബ് സെർവർ അത് മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു. അതായത് ഏത് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ആ പൈസ പോകേണ്ടത് ആ അക്കൗണ്ടിലേക്ക്. അവിടെ നിന്നും റെസ്പോൺസ് നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നു, പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ഡൺ. അത് കഴിയുമ്പോൾ നേരെ വെബ് സെർവർ നമുക്ക് ആ മെർച്ചൻറ്റ് പറയാൻ ഉടനെ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് മെർച്ചൻറ്റിൻ്റെ സെർവറിൽ നിന്ന് മെസ്സേജ് വരികയാണ്, ഈ സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഓർഡർ നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഉണ്ടാവണേ? ഈ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ ബാങ്കിൻ്റെ സെർവറാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെസ്സേജസ് ഒക്കെ കറക്റ്റായിട്ട് തരുന്നത്.